സാർ, ഈ കൊല്ലം സംസ്ഥാന സമ്മേളനത്തോടെ CPM രണ്ടാകും, അല്ലെങ്കിൽ CPMനകത്ത് കടുത്ത വിഭാഗീയതയുടെ ഒരു വശം പ്രതിധ്വനിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സാർ. കൊല്ലം സമ്മേളനം അങ്ങനെ അങ്ങ് സ്മൂത്തായിട്ട് പോകില്ല എന്നാണ് പറയപ്പെടുന്നത്. ഞാനങ്ങനെ രണ്ടാവുമെന്നൊന്നും വിചാരിക്കുന്നില്ല. കാരണം രണ്ടാവാനില്ല. അത് ഏതാണ്ട് ഒരാളേ ഉള്ളൂ, ഒരാൾ രണ്ടാവണം. അപ്പോൾ ഈ വാഴ്ത്തുപാട്ട് ഇപ്പം CPM എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ, ഒറ്റ ആളേ ഉള്ളൂ. ആൾ രണ്ടായാലേ പാർട്ടി രണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വാഴ്ത്തുപാട്ടൊക്കെ വരുന്നത്. വാഴ്ത്തുപാട്ടിൻ്റെ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. സ്റ്റാലിൻ ഇരുന്ന കാലത്ത് ഒരു കഥയുണ്ട്. സ്റ്റാലിൻ റഷ്യയിലിരുന്ന കാലത്ത് ഏറ്റവും വിവാദവും ആയൊരു സംഭവമാണ് ആളുകളെ കൊല്ലലൊക്കെ. അന്ന് മാക്സിം ഗോർക്കി എന്ന് പറയുന്ന അമ്മ എഴുതിയ അദ്ദേഹത്തിൻ്റെ നോവൽ ഒക്കെ വന്ന് ഈ റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രധാന ശക്തിയാണ്. മാക്സിം ഗോർക്കിക്ക് ഒരു സ്മാരകം സ്ഥാപിക്കണം എന്ന് ചർച്ച ചെയ്തു സ്റ്റാലിൻ്റെ പോളിറ്റ് ബ്യൂറോ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ എങ്ങനെ വേണം, മാക്സിം ഗോർക്കി നിൽക്കുന്നത് വേണം, മാക്സിം ഗോർക്കി എഴുതുന്നത് വേണം, മാക്സിം ഗോർക്കി ഇത് വേണം, മാക്സിം ഗോർക്കി സ്റ്റാലിനും കൂടി നിൽക്കുന്നത് വേണം എന്നൊക്കെ വന്നു. അവസാന തീരുമാനം വന്നത് എന്താ പറയുക, മാക്സിം ഗോർക്കിയുടെ അമ്മ സ്റ്റാലിൻ വായിക്കുന്നത് മതിയെന്ന്. മാക്സിം ഗോർക്കി ഇല്ല. മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന നോവൽ സ്റ്റാലിൻ വായിക്കുന്നത് ഒരു പ്രതിമ ഉണ്ടാക്കിയാൽ മതി എന്നാണ് തീരുമാനം വന്നത്. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എപ്പോഴും നശിച്ചിട്ടുള്ളത് ഈ വ്യക്തി ആരാധനയും വ്യക്തി കേന്ദ്രീകൃതവുമായ, അതിപ്പോൾ ചെഷസ്ക്യൂ ആണെങ്കിലും പോൾപോട്ട് ആണെങ്കിലും എവിടെയായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിച്ചിട്ടുള്ളത്. ജനാധിപത്യം വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം തീരും. കാരണം ഇവർക്ക് കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്നത് തട്ടിപ്പേറിയാവും. ഇവർക്ക് വേറെ യഥാർത്ഥ ജനാധിപത്യം ഇവർക്ക് ആലോചിക്കാനേ പറ്റില്ല. ഒരു നേതാവ് പറയുന്നതിനപ്പുറത്തേക്ക് പോകണ്ട എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ജനാധിപത്യം. ഇപ്പോൾ കേരളത്തിൽ ഇതിനു മുമ്പൊക്കെ പാർട്ടിയിനകത്ത് ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. EMS ഉണ്ടായിരുന്ന കാലത്ത് പോലും EMSനെ എതിർക്കുന്ന ആളുകൾ പാർട്ടിയിലുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 2011 പരാജയത്തിന് ശേഷം ഈ ബംഗാളിൽ നിന്ന് സഖാക്കൾ സംസാരിച്ചപ്പോൾ അവിടുത്തെ ഒരു ഇടതുപക്ഷം, എൻ്റെ കൂടെ SFIയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അദ്ദേഹം, ഇപ്പോൾ അവിടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറൊക്കെയാണ്. അദ്ദേഹം എന്നോട് വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യം, കോമ്രേഡ്, ഞങ്ങളുടെ നാട്ടിലൊരു VS ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ തകർന്നു പോയതെന്ന്. എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ഒരാളില്ലായിരുന്നു എന്നർത്ഥം. ഞങ്ങളുടെ നാട്ടിലൊരു VS ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ബംഗാളിൽ പാർട്ടി തകർന്നു പോയത്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ചോദ്യം ചെയ്യാൻ ആളില്ലാതെ ഇവരെ എന്തു നയവും ചെയ്യാം. മറുവശത്ത് ഈ ചോദ്യം ഇതിനാരെങ്കിലും വിമർശിച്ചാൽ അവരൊക്കെ ഏതോ വിധ്വംസക കുലംകുത്തികൾ അങ്ങനെയുള്ള ശക്തികളാണെന്ന് പറഞ്ഞിട്ട് വിടും. പാർട്ടിയുടെ അകത്തുനിന്നാണെങ്കിൽ കുലംകുത്തികളാണ്, പുറത്തുനിന്നാണെങ്കിൽ തീവ്രവാദികളാണ്, അതുപോലെയുള്ള ആളുകളാണ്. അപ്പോൾ ഈ ഒരു ഉൾപാർട്ടി ചർച്ചയോ അങ്ങനെയുള്ള ഒരു സംഗതിയോ നടക്കാതിരിക്കുകയും ഈ വാഴ്ത്തുപാട്ടുകളുടെ കാലത്തിലേക്ക് ഇത് പാർട്ടി മാറുകയും ചെയ്തു. ഇപ്പം നമുക്ക് ഓർമ്മയുണ്ട് ഒരു തിരുവാതിരപ്പാട്ടിൻ്റെ കഥ മുമ്പ്, കാരണഭൂതൻ. ഒരു കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു പദത്തിൽ കാരണഭൂതൻ എന്നൊരു വാക്ക് വരില്ല. ഒരിക്കലും കാരണഭൂതൻ എന്നൊരു വാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന് എഴുതാനേ പറ്റില്ല. കാരണം അങ്ങനെ ഒരു കാരണഭൂതൻ ഇല്ല. മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ കാരണഭൂതൻ ഇല്ല. അത് ആസ്വദിച്ചവരാണ് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ പോലും. തുടക്കടിച്ചിട്ടാണ് MA ബേബി അത് കണ്ടുകൊണ്ടിരുന്നത് തിരുവാതിര. പക്ഷെ അതിനുശേഷം അത് വല്ല വിവാദമായപ്പോൾ കുറേ ആളുകളെങ്കിലും വന്നിട്ട് പറഞ്ഞു അതൊരു തെറ്റായിപ്പോയി. ശിവൻകുട്ടി വന്നിട്ട് പറഞ്ഞു, കൊടിയേരി പറഞ്ഞു അതങ്ങനെയല്ല വേണ്ടത്. പക്ഷെ ഇത്തവണ ശിവൻകുട്ടി പറയുമ്പോഴേ, ശിവൻകുട്ടി അന്ന് മന്ത്രിയല്ല, MLA അല്ല. അല്ല, ഞാൻ പറഞ്ഞ ആരോട്ടെ, കൊടിയേരി പാർട്ടി സെക്രട്ടറിയാണ്. കൊടിയേരി പറഞ്ഞത് നമുക്ക് പറയാം. പിന്നെ അതേ രൂപത്തിൽ ഒരു സംഗതി ജയരാജൻ ഒരു പാട്ട് വന്നു, വാഴ്ത്തുപാട്ട്. പി ജയരാജന് അന്ന് പാർട്ടി കർക്കശമായി നടപടിയെടുത്തു. വ്യക്തിയേക്കാൾ പ്രധാനമാണ് പാർട്ടിയാണ് പ്രധാനം. ഇതേ പിണറായി വിജയൻ മുമ്പ് VSനെതിരെ നടത്തിയ ശംഖുമുഖം പ്രസംഗമുണ്ട്, ബക്കറ്റും വെള്ളവും. ബക്കറ്റിൽ തിര വരില്ല, കടലിലെ തിരയുള്ളൂ. ഇതിപ്പോൾ ഒരു ബക്കറ്റിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്നിരിക്കുക. പിണറായി വിജയൻ എന്നൊരു ബക്കറ്റിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്നു. എന്നിട്ട് അവിടുത്തെ തിര കാണിച്ചിട്ടാണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത് ഇത് മഹാനാണ്, കാര്യമാണ്, ഇതാണെന്നൊക്കെ. പാർട്ടിക്കാർക്ക് എന്തും പറയാം, നമ്മളത് വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു സന്ദർഭമുണ്ട്. സാർ, ഇന്നലെ ഇടയ്ക്കൊന്ന് പറഞ്ഞോളൂ സാർ, ഇന്നലെ കൽക്കട്ടയിലാണോ അവർ ഇന്നലെ പാർട്ടിയുടെ CC പുതിയതായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഇതിലേക്ക്. അപ്പോൾ സാർ, ഞാൻ ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം, ഈ സീതാറാം യെച്ചൂരി ഉണ്ടായിരുന്ന സമയത്ത് കോൺഗ്രസുമായി അടുത്ത് നിന്നാൽ നല്ലതായിരുന്നു എന്നൊരു പാർട്ടിയിലെ, കോൺഗ്രസുമായി അടുത്ത് നിന്നല്ല BJP ഏതു വിധത്തിലും തോൽപ്പിക്കുക ഒരു മതേതര രാഷ്ട്രീയം സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതാണ് സാർ. പിണറായി വിജയൻ അതില്ല. ഇവിടെ കേരളത്തിൽ ഇല്ല എന്ന് മാത്രമേ, ആർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. പോളിറ്റ് ബ്യൂറോയിലുള്ള കേരള ഘടകത്തിലെ ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും കേരളത്തിലെ മന്ത്രിസഭ നിലനിർത്തുക, അതിന് മോഡിയായിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ പോവുക,
ഇത് ഈ ഇന്ത്യ സഖ്യത്തെ ഒരു അപഹാസ്യമാക്കുക. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ കേരളത്തിൽ പുറത്ത് മധുരയിൽ CPM മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും പോയി പ്രചരണം നടത്തിയില്ല. നേരെ ഇന്തോനേഷ്യക്ക് പോയത്. രാജസ്ഥാനിൽ സിക്കാറിൽ ഇവർ ജയിച്ചത്. അങ്ങനെയാണ് ഇവർ ദേശീയ പദവി കിട്ടിയത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിക്ക് ദേശീയ പദവി ആവശ്യമില്ല. അവർക്കൊരു സംസ്ഥാന പാർട്ടിയായി നിൽക്കുന്നതാണ് നല്ലത്. വേണ്ടി വന്നാൽ, വല്ലാതെ വിഷമം വന്നാൽ ഇവരൊരുപക്ഷെ കേന്ദ്ര പാർട്ടിയിൽ നിന്ന് വിട്ട് CPM കേരള എന്നാക്കുകയും അവർ NDA മുന്നണി ചേരുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെയൊക്കെ പോകും സാർ. അങ്ങനെ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവർക്ക് നിൽക്കണമെങ്കിൽ ഇപ്പോൾ പാർട്ടി സംഭവിക്കാൻ പോണത്, പാർട്ടിക്ക് ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ ജയിക്കുന്നു തോൽക്കുന്നതൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൻ്റെ ഫലം. പക്ഷേ വലിയ തോതിലുള്ള ചോർച്ച ഉണ്ടായിരിക്കും. താങ്കൾ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം കൊല്ലം സമ്മേളനം. ഞാൻ കൊല്ലം സമ്മേളനം ഒരു പ്രത്യേകതയൊന്നും കാണുന്നില്ല. കൊല്ലം സമ്മേളനം ആലപ്പുഴ സമ്മേളനം നടന്നു. ആലപ്പുഴ അതിവിഭാഗീയമായിരുന്നു ആലപ്പുഴ സമ്മേളനം, ഒരു സംശയവും വേണ്ട. ആലപ്പുഴയിൽ ഈ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അധികാരത്തിൽ വരണമെങ്കിൽ തൃശ്ശൂരിന് വടക്കോട്ട് ഒരു സീറ്റ് കിട്ടാൻ പോണില്ല. വല്ല കല്യാശ്ശേരിയോ ധർമ്മടോ ഒക്കെ കിട്ടുള്ളൂ. വേറെ സീറ്റും കിട്ടാൻ പോണില്ല. ബാക്കി ഒരു സീറ്റും കിട്ടില്ല. കാരണം മതന്യൂനപക്ഷങ്ങളെ ഏതാണ്ട് പൂർണ്ണമായി ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി തെക്കോട്ട് പാർട്ടിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, അറ്റ്ലീസ്റ്റ് സംസ്ഥാന പാർട്ടിയെങ്കിലും ആവണമെങ്കിൽ അവർക്ക് ആലപ്പുഴയും കൊല്ലവും തിരുവനന്തപുരവും ഒക്കെയാണ് അവർക്കുള്ള ഹോപ്പ്. ആലപ്പുഴയിൽ പാർട്ടി നാനായുധമായിരിക്കും. എന്തൊക്കെ അവിടെ നടന്നിട്ടില്ല, അവിടെ നടക്കാത്ത കാര്യങ്ങളില്ല. കൊല്ലത്ത് പാർട്ടി അതിനേക്കാൾ മോശപ്പെട്ട അവസ്ഥയിലെത്തിയിരിക്കുന്നു. അവിടെ ഏരിയ കമ്മിറ്റി തന്നെ വേറെ ആയിരിക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ, അഡ്ഹോക് കമ്മിറ്റി ഒക്കെ ആയിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടി തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിൽ പാർട്ടി തകർന്നാൽ BJP വളരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. കാരണം ഈ BJPയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് കേരളത്തിലെ പിന്നോക്ക ഹിന്ദുക്കളാണ്. ഈ പാർട്ടി തകർന്നാൽ അവരൊക്കെ അതിലേക്ക് പോകും. അതുകൊണ്ട് അത് തകരരുത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. പിണറായി വിജയൻ്റെ വാഴ്ത്തുപാട്ട് തന്നെ ഈ പാർട്ടിയുടെ തകർച്ചയ്ക്കുള്ള ഒരു ഉണർത്തുപാട്ടായി ആണ് ഞാൻ കാണുന്നത്. കാരണം ഒരു വ്യക്തിയെ കേന്ദ്രീകരിക്കുകയും ആ വ്യക്തിക്കെതിരായ ആരും ഒന്നും പറയാതിരിക്കും. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അന്ന് ശിവൻകുട്ടിയോ അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞു, അതിനൊക്കെ പറഞ്ഞു. ഇന്ന് നോക്കൂ, ഈ പാട്ട് ഉണ്ട് എന്നറിയുകയും പാട്ട് വരികയും ചെയ്യുന്നതിന്റെ തലേ ദിവസം തന്നെ മുഖ്യമന്ത്രി സർട്ടിഫൈ ചെയ്തു. അദ്ദേഹം മുൻകൂർ ജാമ്യം അദ്ദേഹം സർട്ടിഫൈ ചെയ്തു. ഇനി ഒരുത്തരും മിണ്ടിപ്പോരുത്, ആരും വാതുറക്കരുത് എന്ന് പറയാൻ അങ്ങനെ ഒരു പാർട്ടി. അങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയാക്കിയത് ഈ പിണറായി വിജയൻ ഒറ്റയ്ക്കാണ്. ഇതിന് മരിച്ചുപോയ ആളുകൾ എത്രയുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകൾ എത്രയുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ എല്ലാ ആസ്തികളും ഇദ്ദേഹം സ്വന്തമാക്കുകയും അത് തൻ്റെ എല്ലാ സീമകളും ലംഘിക്കുകയും എല്ലാ തത്വങ്ങളും ലംഘിക്കുകയും ചെയ്തുകൊണ്ട് കേവലം ഒരു മനുഷ്യനിലേക്ക് ഈ പാർട്ടിയെ കേന്ദ്രീകരിക്കുന്ന ആ നയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്ത്യത്തിലേക്കാണ് നയിക്കുക. ഇതിപ്പോൾ നമുക്കൊരു 5 കൊല്ലം കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വീഡിയോ നമുക്ക് എടുത്തിട്ട് കാണാം. ഞാൻ പിണറായി വിജയനെ പിന്താങ്ങുന്ന പകൽ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഞങ്ങളിപ്പോൾ പറയുന്നതൊക്കെ നിങ്ങൾ എഴുതി വയ്ക്കുക. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനുള്ളതാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചത് പിണറായി വിജയനാണ് എന്ന്. തീർച്ചയായിട്ടും അപ്പോഴെങ്കിലും വൈകിയെങ്കിലും അപ്പോൾ പറയും. പക്ഷെ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെള്ളം ഒഴുകി പോയിട്ട് അണ കെട്ടിയിട്ട് ഒരു കാര്യം. അതാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനെ രക്ഷിക്കാം. ഇപ്പോൾ പറയാൻ ധൈര്യമില്ലെങ്കിൽ ഇത് നശിപ്പിക്കാം. ഓക്കെ.